ബിഗ് ബോസ് മലയാളം സീസൺ 6 പോരാട്ടം ഇതാ 50-ാം എപ്പിസോഡ് പിന്നിട്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് നമുക്ക് ഏകദേശം ടോപ്പ് 5 പ്രഡിക്റ്റ് ചെയ്യാറായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് വന്നെത്തിക്കഴിഞ്ഞു ഗെയിം. വ്യത്യസ്തമായിട്ടുള്ള ഗെയിം പ്ലാനുകളോടെ ഈ ഒരു സമയത്ത് ഒരുപാട് ജനഹൃദയങ്ങൾ ഏറ്റെടുത്ത 5 കണ്ടസ്റ്റൻസിനെയാണ് ഈ ഒരു ടോപ്പ് 5 ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ഒട്ടും വൈകിപ്പിക്കേണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. അങ്ങനെ നമ്മുടെ ലിസ്റ്റിൽ 5-ാമത്തെ പേരാണ് അൻസിബ. അൻസിബ നമുക്കറിയാം എന്ത് ചെയ്തു എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും ചെയ്തില്ല എന്ന് തന്നെ പറയണം. പക്ഷെ ഒരു സൈലന്റ് കില്ലർ എന്നുള്ള രൂപത്തിൽ അൻസിബയെ ഒരുപാട് പേർക്ക് ഇഷ്ടമാണ്. സൈലന്റ് ആയിട്ടിരുന്നിട്ടും ഒരുപാട് പേരുടെ വോട്ടും സപ്പോർട്ടും വാരിക്കൂട്ടുന്നുണ്ട്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലായാലും അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകളിലായാലും മറ്റുള്ള കണ്ടസ്റ്റൻസിനെ വെച്ച് നല്ല രീതിയിൽ തന്നെ അൻസിബ മുന്നിട്ട് നിൽക്കുന്നുണ്ട്. നല്ല രീതിയിലുള്ള ഒരു സൈലന്റ് ഗെയിമാണ് അൻസിബ ബിഗ് ബോസിൽ കാഴ്ചവെക്കുന്നത്. ശാന്തമായിട്ട് ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പ്രകൃതം ഇഷ്ടപ്പെടുന്ന വ്യൂവേഴ്സിന് ഏറ്റവും കൂടുതൽ താല്പര്യം അൻസിബയോട് തോന്നിക്കാണാം. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇത്രയേറെ സപ്പോർട്ടേഴ്സ് അൻസിബക്ക് കിട്ടിയത്. എന്തായാലും നമ്മുടെ ലിസ്റ്റിൽ 5-ാമത്തെ പേര് അൻസിബയാണ്. ദെൻ അടുത്തതായിട്ട് പറയാനുള്ളത് ജാസ്മിൻ ജാഫർ. നമുക്കറിയാം പോസിറ്റീവായിട്ട് ഒന്നും ചെയ്യാത്ത ഒരു വ്യക്തിയാണ് ഈ പറയുന്ന ജാസ്മിൻ ജാഫർ. അതോടൊപ്പം തന്നെ ബിഗ് ബോസിന്റെ നല്ലൊരു ഫേവറിസം കൂടി ജാസ്മിനിലേക്ക് എത്തുന്നുണ്ട്. പക്ഷെ ഈ ഒരു സമയത്തും പോസിറ്റിവിറ്റി പരത്തിയില്ലെങ്കിലും ജനങ്ങളുടെ ഇടയിൽ ഒരു പേരെടുത്ത വ്യക്തി തന്നെയാണ് ബിഗ് ബോസ് മലയാളം സീസൺ 6 ജാസ്മിൻ. അങ്ങനെ ഒരു ടച്ച് ഉണ്ടാക്കിയെടുത്ത ഒരു വ്യക്തി തന്നെയാണ് ഈ പറയുന്ന ജാസ്മിൻ. അതുകൊണ്ട് തന്നെ അൺഒഫീഷ്യൽ സൈറ്റുകളിലായാലും ജാസ്മിന് നല്ല രീതിയിലുള്ള സപ്പോർട്ടേഴ്സ് ഉണ്ട് മറ്റുള്ള കണ്ടസ്റ്റൻസിനെ വെച്ച്. എന്തുകൊണ്ടും ടോപ്പ് 5 ഇടം പിടിക്കാനായിട്ട് സാധ്യത ഉള്ള ഒരു വ്യക്തി തന്നെയാണ് ജാസ്മിൻ ജാഫർ. അപ്പൊ 4-ാമത്തെ പേര് ജാസ്മിൻ ജാഫർ ആണ്. ദെൻ അടുത്തതായിട്ട് 3-ാമത് പറയുന്നത് അർജുനെയാണ്. അർജുൻ നമുക്കറിയാം മറ്റുള്ളവരെ പോലെ ഒന്നുമല്ല, എന്തായാലും സൈലന്റ് ആയിട്ട് തന്നെയാണ് അർജുന്റെ ഗെയിം മുന്നോട്ട് പോകുന്നത്. ശ്രീധുവിനെ ഫോക്കസ് ചെയ്താണ് അർജുൻ ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുന്നത്. ഇവരുടെ കോംബോ പുറത്ത് വിജയകരമായിട്ട് മുന്നേറുന്നതുകൊണ്ട് തന്നെ അർജുന് ബിഗ് ബോസ് മലയാളം സീസൺ 6 ടോപ്പ് 5 എത്തിച്ചേരാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. അതോടുപരി തന്നെ പുറത്ത് നടക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലായാലും അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകളിലായാലും അർജുന് വ്യക്തമായിട്ടുള്ള ഭൂരിപക്ഷമുണ്ട്. തീർച്ചയായിട്ടും അർജുൻ ബിഗ് ബോസ് മലയാളം സീസൺ 6 ടോപ്പ് 5 ഏകദേശം ഇടം പിടിച്ച ഒരു വ്യക്തി തന്നെയാണ്. നമ്മുടെ ലിസ്റ്റിൽ 3-ാമത്തെ പേരാണ് അർജുൻ. ദെൻ അടുത്തത് നമ്മുടെ ലിസ്റ്റിൽ 2-ാമത്തെ പേര് സിജോ ജോൺ. സിജോ ജോൺ നമുക്കറിയാം ഒത്തിരി പേര് വരാൻ ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. ബിഗ് ബോസ് ഹൗസിലെ ഏറ്റവും ക്ഷമാശീലമുള്ള ഒരു വ്യക്തിയായിട്ട് നമുക്ക് സിജോനെ പറയാം. റോക്കി തന്നെ ഉപദ്രവിച്ച സമയത്ത് തിരിച്ചൊന്ന് അറ്റാക്ക് ചെയ്യാനായിട്ട് ഉള്ളൊരു മൂവ്മെന്റ് പോലും സിജോയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സിജോനെ ഒത്തിരി പേർക്ക് ഇഷ്ടമാണ്. ആദ്യം മുതൽക്കേ ഉള്ള സിജോന്റെ ഗെയിം ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സിജോ ബിഗ് ബോസ് ഹൗസിലേക്ക് വീണ്ടും എത്തിയത്. ബിഗ് ബോസ് മലയാളം സീസൺ 6 ടോപ്പ് 5 തീർച്ചയായിട്ടും സിജോ ഉണ്ടാകുമെന്ന് 100% ഏകദേശം ഉറപ്പിക്കാവുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പൊ ഗെയിം എത്തി നിൽക്കുന്നത്. ദെൻ നമ്മുടെ ലിസ്റ്റിൽ 1-ാമത്തെ പേര് ജിൻഡോ ആണ്. ജിൻഡോ നമുക്കറിയാം ഈ ഒരു സാഹചര്യത്തിൽ ബിഗ് ബോസ് മലയാളം സീസൺ 6 ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ നേടിയ ജനങ്ങളുടെ പിന്തുണ ഉള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് ജിൻഡോ. അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ 6 ആദ്യ 5 പേരിൽ ഇടം പിടിക്കാനും ബിഗ് ബോസിന്റെ കപ്പ് ഉയർത്താനും ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള കണ്ടസ്റ്റന്റ് ആണ് ജിൻഡോ. തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം ബിഗ് ബോസ് മലയാളം സീസൺ 6 കപ്പ് മസിലളിയൻ മല്ലയ്യ തൂക്കുമെന്ന്. എന്തായാലും ഈ ഒരു സമയത്ത് വലിയൊരു പേഴ്സൻറ്റേജ് ജനങ്ങളുടെ സപ്പോർട്ടാണ് ജിൻഡോക്ക് ഉള്ളത്. തീർച്ചയായിട്ടും ജിൻഡോ ടോപ്പ് 5 ഉണ്ടാകും. ഇത് 100% ഉറപ്പിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഇത്രയും പേരുകളാണ് ഈ ഒരു സമയത്ത് ബിഗ് ബോസ് മലയാളം സീസൺ 6 ടോപ്പ് 5 ആയിട്ട് നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്നത്. എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ സാഹചര്യങ്ങൾ മാറി വരാം. ഇത് ബിഗ് ബോസ് എന്ന ഗെയിം ഷോ ആണ്. ഒരൊറ്റ വാക്ക് മതി ഒരു കണ്ടസ്റ്റന്റിന്റെ സപ്പോർട്ടേഴ്സ് മൊത്തം ഇടിഞ്ഞു തൊലഞ്ഞു വീഴാനായിട്ട്. അപ്പൊ എന്തായാലും അങ്ങനെയൊന്നും സംഭവിച്ചില്ല എങ്കിൽ, മഹാ അത്ഭുതങ്ങളൊന്നും ഇനി ഷോയിൽ സംഭവിച്ചില്ല എങ്കിൽ ഈ പറയുന്ന 5 പേര് തന്നെ ടോപ്പ് 5 എത്തിച്ചേരുമെന്ന് തന്നെയാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ ടോപ്പ് 5 എത്തിച്ചേരാനായിട്ട് സാധ്യത ഉള്ള കുറച്ചു പേരുണ്ട്. ഇപ്പോൾ ഉള്ള ഈ പറയുന്ന അൻസിബ, അതുപോലെ തന്നെ ജാസ്മിൻ, അർജുൻ എന്നീ കണ്ടസ്റ്റൻസിനെ വെട്ടിച്ചുകൊണ്ട് ടോപ്പ് 5 എത്തിച്ചേരാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കുന്ന 2-3 കണ്ടസ്റ്റൻസിന്റെ പേര് കൂടി പറഞ്ഞേക്കാം. അഭിഷേക് ശ്രീകുമാർ നല്ല കാപ്പബിലിറ്റി ഉള്ള പ്ലെയർ ആണ്. ആദ്യമൊക്കെ നല്ല ജനങ്ങളുടെ സപ്പോർട്ടേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഈ പറയുന്നത് പോലെ ഗെയിം കളിക്കാതെയായി, സംസാരിക്കാതെയായി. ബിഗ് ബോസിലേക്ക് വന്ന സമയത്ത് പറഞ്ഞ കാര്യങ്ങളൊന്നും ബിഗ് ബോസിൽ കാണിക്കാനായിട്ട് ഈ പറയുന്ന അഭിഷേക് ശ്രീകുമാറിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ജനങ്ങളുടെ അത്ര വലിയ സപ്പോർട്ടേഴ്സ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ ഉയർന്നു വരാനായിട്ട് സാധ്യത ഉള്ളൊരു കണ്ടസ്റ്റന്റ് ആണ്. അഭിഷേക് ശ്രീകുമാറിനും സാധ്യതകൾ കാണുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ ഋഷി കുമാറിന്റെ കാര്യവും നമുക്ക് പറയാം. ഉപ്പും മുളകും ഫെയിം ആയിട്ട് വന്നതുകൊണ്ട് തന്നെ ഒരുപാടധികം ഫാൻസിന്റെ സപ്പോർട്ട് ആദ്യം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്ന ഋഷി കുമാർ. പക്ഷേ ഋഷിക്ക് എവിടെയോ തന്റെ ഗെയിം ആകെ മൊത്തം പാളിപ്പോയി. അൻസിബയെ ചുറ്റിപ്പറ്റിക്കൊണ്ട് നിൽക്കുന്ന ഋഷിയെ ആർക്കും അങ്ങനെ പിടിക്കാതെയായി. ഈ ഒരു സമയത്ത് അധികം ജനങ്ങളുടെ പിന്തുണയൊന്നും ഋഷിക്ക് കിട്ടുന്നില്ല. എന്തായാലും ഗെയിം കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയി കഴിഞ്ഞാൽ ടോപ്പ് 5 എത്താനായിട്ട് സാധ്യത ഉള്ള ഒരു വ്യക്തിയാണ് ഈ പറയുന്ന ഋഷി കുമാറും. ഋഷിയെ നമുക്ക് അങ്ങനെ തള്ളിക്കളയാനൊന്നും സാധിക്കില്ല. ദെൻ അടുത്തതായിട്ട് നോറയ്ക്കും സാധ്യതകൾ കാണുന്നുണ്ട്. ആദ്യം കണ്ട ഒരു നോറയെ അല്ല ഈ ഒരു സമയത്ത് നമുക്ക് ബിഗ് ബോസിൽ കാണാൻ പറ്റുന്നത്. ഡിഫറൻ്റ് ആയിട്ടുണ്ട്, നല്ല രീതിയിൽ ഗെയിം കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇമോഷണലി വീക്കാണ്. ഇന്നത്തെ ലൈവിൽ പോലും നോറ നല്ല രീതിയിൽ ഇമോഷണലി വീക്കായിട്ട് ബിഗ് ബോസിൻ്റെ അടുത്ത് പോകുന്നുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് മാറ്റി വെച്ചുകൊണ്ട് താൻ ഇപ്പം കൊണ്ടുപോകുന്ന ആ ഒരു ഗെയിം നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇപ്പൊ പറഞ്ഞ ഏതെങ്കിലും ഒരു കണ്ടസ്റ്റന്റിനെ 5 കണ്ടസ്റ്റൻസുകളിൽ ഏതെങ്കിലും ഒരാളെ മാറ്റിക്കൊണ്ട് ആ ഒരു സ്ഥാനത്തേക്ക് കയറി വരാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ള ഒരു വ്യക്തി തന്നെയാണ് നോറയും. അപ്പോൾ ഇത്രയും പേരുകളാണ് ഞാൻ ഈ ഒരു ലിസ്റ്റിൽ പറയുന്നത്. ഏറ്റവും കൂടുതൽ ഈ ഒരു മത്സരം വിജയിക്കാനായിട്ട് സാധ്യതയുള്ളത് ആരാണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ ജിൻഡോന്റെ പേര് പറയും. ഗെയിം ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ജിൻഡോ തീർച്ചയായിട്ടും ഈ ഒരു ബിഗ് ബോസ് മലയാളം സീസൺ 6 ടൈറ്റിൽ വിന്നർ ആവും. നമുക്കറിയാം ബിഗ് ബോസിലെ എല്ലാ ലൂപ്പ് ഹോളുകളും കണ്ടുപിടിച്ച് ഗെയിം കളിക്കുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ സംസാരിക്കാനായിട്ടുള്ള ടോക്കിംഗ് സ്കിൽ അധികം ഇല്ലാതായി പോയി. അതുകൂടി ഉണ്ടായിരുന്നെങ്കിൽ അപാര ഗെയിമറായി മാറിയേനെ. എന്തൊക്കെയായാലും അതുകൂടി ജിൻഡോ ഈ ഒരു 50ാം എപ്പിസോഡിനപ്പുറത്തേക്ക് നേടിയെടുക്കാനായിട്ടുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ജിൻഡോ എല്ലാ ലൂപ്പ് ഹോളുകളും കണ്ടുപിടിച്ച് ഗെയിം കളിക്കുന്ന വ്യക്തിയായതുകൊണ്ട് വളരെ ബിഗ് ബോസിനെ സൂക്ഷ്മമായി കാണുന്നതും അതിനെ നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള വ്യൂവേഴ്സിന് ജിൻഡോയെ നല്ല രീതിയിൽ താല്പര്യം തോന്നാം. അതൊക്കെ ആയിരിക്കണം എത്രയും പെട്ടെന്ന് ഇത്രയും വലിയൊരു ഫാൻ ബേസിലേക്ക് ജിൻഡോ വന്നത്. നമുക്കറിയാം വന്ന സമയത്ത് ജിൻഡോനെ ആർക്കും ഇഷ്ടമല്ലായിരുന്നു, ബിഗ് ബോസിനുള്ളിലും പുറത്തും. ഉള്ളിൽ ഇപ്പോഴും ഇഷ്ടക്കേടുകളുണ്ട്, പക്ഷേ പുറത്തെ ഇഷ്ടക്കേടുകളെല്ലാം ജിൻഡോ മാറ്റിക്കൊണ്ട് വരികയാണ്. ഇനിയും അത് ഇമ്പ്രൂവ് ആവത്തേ ഉള്ളൂ. തീർച്ചയായിട്ടും നല്ല ഗെയിമർ തന്നെയാണ്. ഈ പറയുന്ന സിജോക്കും സാധ്യതകൾ കാണുന്നുണ്ട്, പക്ഷേ പ്രൂവ് ചെയ്യേണ്ടിയിരിക്കുന്നു. ജിൻഡോനേക്കാളും നല്ലൊരു ഗെയിമറാണ് താൻ. അതോടൊപ്പം തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ 6 ടൈറ്റിൽ വിന്നർ ആവാനായിട്ടുള്ള ക്യാപ്പബിലിറ്റി തനിക്കുണ്ട്. അതെല്ലാം സിജോ തീർച്ചയായിട്ടും പ്രൂവ് ചെയ്യേണ്ടിയിരിക്കുന്നു. ജനങ്ങളുടെ ഈ ഒരു തനിക്ക് അടി കിട്ടിയതും എല്ലാം കൂടി ചേർത്തുള്ള സഹതാപമൊന്നും ബിഗ് ബോസ് വിജയി എന്നുള്ള സ്ഥാനത്തേക്ക് എത്തിച്ചേർക്കില്ല. അത് സിജോ ഇനിയും ബിഗ് ബോസ് ഹൗസിൽ ഗെയിം കളിച്ചുകൊണ്ട് തൻ്റെ നാക്ക് കൊണ്ട് പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. സിജോ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് നാക്കാണ് ബിഗ് ബോസ് ഹൗസിലെ ആയുധം, അല്ലാതെ വാളോ കത്തിയോ തോക്കോ ഒന്നുമല്ല. തീർച്ചയായിട്ടും അത് തന്നെയാണ് സത്യം. ബിഗ് ബോസ് ഹൗസിൽ നാക്കുകൊണ്ട് സിജോ ഇനി കാര്യങ്ങളൊക്കെ പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. എല്ലാ കണ്ടസ്റ്റൻസും ഒരുപോലെ തന്നെ തൻ്റെ നാക്ക് ഉപയോഗിച്ച് തൻ്റെ സംസാര ശേഷി ഉപയോഗിച്ചുകൊണ്ട് തീർച്ചയായിട്ടും ബിഗ് ബോസ് മലയാളം സീസൺ 6 തങ്ങൾ ആരാണ് എന്നുള്ള കാര്യം പ്രൂവ് ചെയ്യേണ്ടത് അനിവാര്യമാണ്. ദെൻ അപ്പൊ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി ആരാണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യുക. നിങ്ങളുടെ ഫേവറേറ്റ് ഈ പറയുന്ന ടോപ്പ് 5 ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ അതും കൂടി പറയുക. നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനലിന്റെ ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു ടോപ്പ് 5 പ്രഡിക്റ്റ് ചെയ്ത വീഡിയോ എന്ന് പറയുന്നത്. സീസൺ 5 നമ്മൾ ടോപ്പ് 5 ഇതുപോലെ പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് 2.5 ലക്ഷത്തിന് മുകളിലായിരുന്നു അതിന്റെ വ്യൂവർഷിപ്പ്. ഈ ഒരു ചാനലിന്റെ തലവര മാറ്റിമറിച്ച ഒരു വീഡിയോ ആയിരുന്നത്. ആ ഒരു വീഡിയോയിലൂടെയാണ് എനിക്ക് മോണിറ്റൈസേഷനും കാര്യങ്ങളൊക്കെ എനേബിൾ ചെയ്ത് കിട്ടിയത്. അപ്പോൾ ടോപ്പ് 5 ലിസ്റ്റ് അന്നും നമ്മൾ ഈ ഒരു 50ാം എപ്പിസോഡ് പിന്നിടുന്ന സമയത്തായിരുന്നു പ്രഡിക്റ്റ് ചെയ്തത്. ഈ പറഞ്ഞ പോലെ അഖിൽ മാരാർ, ഷിജു എല്ലാവരും ആ ഒരു ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. അവരെല്ലാവരും ബിഗ് ബോസ് മലയാളം സീസൺ 5 ഗ്രാൻഡ് ഫിനാലയിൽ ഉണ്ടായിരുന്ന കണ്ടസ്റ്റൻസ് തന്നെയാണ്. ചെറിയ മാറ്റങ്ങൾ അതിൽ വന്നു. അത് നമ്മളുടെ കുറ്റമല്ല, ബിഗ് ബോസിന്റെ കളികളിലൂടെ വന്ന മാറ്റങ്ങളാണ്. നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നമ്മുടെ ചാനലിൽ ഏറ്റവും ടോപ്പിൽ കിടക്കുന്ന വീഡിയോ ആണ്. അത് പോപ്പുലർ വീഡിയോസിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം. അപ്പോൾ നമുക്ക് നോക്കാം ബിഗ് ബോസ് മലയാളം സീസൺ 6 ഞാൻ ഈ പ്രഡിക്റ്റ് ചെയ്ത ടോപ്പ് 5 ആരൊക്കെ ഉണ്ടാകുമെന്ന്, ആരൊക്കെ വിജയിയാവുമെന്ന്. വിജയുടെ കേസിൽ ഞാൻ പറയുന്നത് ജിൻഡോ തന്നെയാണ്. ഏറ്റവും നല്ലൊരു ഗെയിമറായിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ പറയുക. അപ്പോൾ നമുക്ക് നോക്കാം ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. ബിഗ് ബോസ് മലയാളം സീസൺ 6 പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്